ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു ഷീനാസ് ക്രിയേഷൻ. ഇന്ന് ഞാനൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമാവുന്ന ഒരു കേക്കായിരിക്കും ഇത്. എല്ലാവരും വീട്ടിലൊരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ മോൾഡ് ഗ്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം കുറച്ച് ഓയിൽ എടുത്തിട്ട് മോൾഡിലൊന്ന് തടവി കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു ബട്ടർ പേപ്പർ എടുത്തിട്ട് ഉള്ളിൽ പ്ലേസ് ചെയ്തിട്ട് അതിനുശേഷം വീണ്ടും കുറച്ച് ഓയിൽ കൂടി ഒന്ന് തടവി കൊടുക്കണം. ഇനി നമുക്ക് മോൾഡ് ഒന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചു വയ്ക്കാൻ പോവുകയാണ്. അതിനായിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. കൂടാതെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതോടൊപ്പം 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇതൊരു 3 തവണയെങ്കിലും അരിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. ആ സമയത്ത് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടും. ഇപ്പോൾ ഇതാ ഈ അരിച്ചു വെച്ച മിക്സ് നമുക്കൊരു സ്പൂണോ സ്പാച്ചുല വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിവിടെ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചൂട് പാൽ ഒഴിച്ചെടുത്ത് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻറ്റ് തയ്യാറാക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ വാനില എസൻസ് നമ്മൾ ആദ്യമേ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്കിന് ഒരിക്കലും മുട്ടയുടെ ആ കുത്തൽ വരില്ല. മുട്ട നന്നായി ബീറ്റ് ചെയ്ത് നമുക്ക് ഫ്ലഫി ആക്കി എടുക്കണം. ഇപ്പോൾ ഇത് കളറെല്ലാം മാറി നല്ല ക്രീമി ടെക്സ്ചറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൗഡർ ഷുഗർ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്യാണ്. നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. 1/4 കപ്പ് ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കുറച്ച് കുറച്ചായിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഓയിൽ ചേർത്തതിന് ശേഷം നമ്മൾ ഓവർ ബീറ്റ് ചെയ്യാൻ പാടില്ല. ലോ സ്പീഡിൽ വെച്ചിട്ട് നമ്മൾ 2-3 സെക്കൻഡ് മാത്രം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് പകരം നമ്മൾ കൊക്കോ പൗഡർ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി ചേർത്തിട്ട് അരിച്ചെടുത്താൽ മതി. ഇപ്പം നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മളെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2-3 ബാച്ച് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാറ്റർ തിക്കായി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പാല് ചേർത്തിട്ട് ബാറ്റർ ലൂസാക്കി എടുക്കാം. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മളിത് ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കുന്നില്ല. ബാറ്റർ തിക്ക് അനുസരിച്ച് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇത് നമ്മളെ ബാറ്റർ ഇപ്പോൾ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മൗൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മൗൾഡിലേക്ക് ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് ലൈൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കേക്കിൻ്റെ മുകൾ വശം എല്ലാം ഒരേ ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനൊരു ചൂട് കട്ടിയുള്ള പാത്രത്തിൽ കുറച്ച് ഉപ്പ് നിരത്തിയിട്ട് ഒരു 10 മിനിറ്റ് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ മോൾഡ് അതിലേക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 35 മിനിറ്റ് നേരം നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളെ കേക്ക് ഉള്ളെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ അടിവശത്ത് ബട്ടർ പേപ്പർ വെച്ചതുകൊണ്ട് തന്നെ നമ്മൾ മൗൾഡ് ഒന്ന് ടാപ്പ് ചെയ്യുമ്പോഴേക്കും കേക്ക് പെട്ടെന്ന് തന്നെ വിട്ട് വരും. ഇനി ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. നമ്മൾ അടിവശം ഒന്ന് കരിഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളെ കേക്കിനുള്ള ചോക്ലേറ്റ് സ്പോഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 3 ലെയറായിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗ് തയ്യാറാക്കാനായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ടുണ്ട്.
ഇതൊന്ന് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 1/2 കപ്പ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്, അതൊന്നും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് ഇത് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് മെൽറ്റായി കിട്ടും. ഇപ്പോൾ ഇത് നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായി നമ്മൾ ഒരു ബൗളിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കുകയാണ്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ പൗഡർ ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മളെ വിപ്പിംഗ് ക്രീം എല്ലാം നന്നായി ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് സിറപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം നമ്മളെ ചോക്ലേറ്റ് ഫ്രോസ്റ്റിങ്ങിനുള്ള ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ നമ്മളെ സ്പോഞ്ചെല്ലാം നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാനൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 3 ലെയറും ഒന്ന് വെറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ കോഫി സിറപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഷുഗർ സിറപ്പ് തയ്യാറാക്കുന്ന പോലെ ഒരു 1/4 കപ്പ് ഷുഗറും ഒരു 3/4 കപ്പ് വെള്ളവും ചേർത്ത് തിളപ്പിക്കുക. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ കൂടി ചേർത്തിളക്കുക. ഇങ്ങനെയാണ് നമ്മൾ കോഫി സിറപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതുപയോഗിച്ച് നമുക്ക് 3 ലെയർ ഒന്ന് നന്നായി വെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ 3 ലെയറിൽ ഞാൻ കോഫി സിറപ്പ് നന്നായിട്ട് തെളിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാനെടുക്കാം. അതിനായിട്ട് ഞാനൊരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലായി കുറച്ച് പുരട്ടി കൊടുക്കുകയാണ്. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കേക്ക് ഇളകി പോരാതെ ഇവിടെ ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ലെയർ എടുത്തിട്ട് കേക്ക് ബോർഡിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വീണ്ടും കോഫി സിറപ്പ് തെളിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി വിപ്പിംഗ് ക്രീം നമ്മളൊരു ലെയറാക്കി കൊടുക്കാൻ പോവുകയാണ്. നമ്മളിങ്ങനെ ലെയറാക്കുന്ന സമയത്ത് ക്രീം എല്ലാ വശങ്ങളിലും എത്തുന്ന രീതിയിൽ ഒന്ന് നിരത്തി കൊടുക്കുക. ഇതാ ഇവിടെ ഫസ്റ്റ് ലെയർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ സ്പോഞ്ച് വയ്ക്കാം. അതിനുശേഷം നമ്മൾ കോഫി സിറപ്പ് തളിച്ചു കൊടുക്കുക. നമ്മളെടുത്ത കോഫി സിറപ്പ് അത്രയും തന്നെ ഈ കേക്കിൽ മുഴുവനും സ്പോഞ്ചിൽ മുഴുവനും തളിച്ചു കൊടുക്കണം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഇട്ടെടുക്കാം. ഇതാ സെക്കൻഡ് ലെയറും നമുക്ക് അതുപോലെ നിരത്തി കൊടുക്കാം. നമ്മളിങ്ങനെ ലെയർ ചെയ്യുന്ന സമയത്ത് ഈ ക്രീമിൻ്റെ മുകളിലോട്ട് ചോക്കോ ചിപ്സോ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതോ ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഇല്ലയെന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ സെക്കൻഡ് ലെയറും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ തേർഡ് ലെയർ സ്പോഞ്ച് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇനി ബാക്കിയുള്ള കോഫി സിറപ്പ് മുഴുവനും ഇതിന് മുകളിലോട്ട് തളിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് കേക്ക് ഫുള്ളായിട്ട് ഈ ക്രീം വെച്ച് കവർ ചെയ്തെടുക്കണം. ആദ്യം നമ്മൾ മുകൾ സൈഡ് മുഴുവൻ ഒന്ന് നിരത്തി കൊടുക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ ലെവലാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ക്രീം എല്ലായിടത്തും എത്തിച്ചാൽ മതി. മുകളിലെല്ലാം നിരത്തി കൊടുത്തതിന് ശേഷം നമ്മൾ സൈഡിലൊക്കെ ഒന്ന് ക്രീം തേച്ച് കൊടുക്കുകയാണ്.
ഇങ്ങനെ ക്രീം മുഴുവനായിട്ട് കവർ ചെയ്തതിന് ശേഷം നമ്മൾ സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ കേക്ക് ഷേപ്പ് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്ന കേക്കാണല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ എഡ്ജസ് ഷാർപ്പ് ചെയ്ത് എടുക്കൊന്നും വേണ്ട. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് താഴോട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ കേക്കിന് നമ്മൾ എഡ്ജസ് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഇപ്പം നമ്മൾ കേക്ക് ഇവിടെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇതൊരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം. അതിനുശേഷമാണ് നമ്മൾ ഗനാഷ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഗനാഷ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ക്രീം ഒന്ന് മെൽറ്റായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 2 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കുന്നത്. ഇനി നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കുന്നതിനായിട്ട് 1 കപ്പ് ഗ്രേറ്റഡ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ. നമ്മളിവിടെയും ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് രണ്ടും ഒന്ന് നന്നായി മെൽറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ ചോക്ലേറ്റ് എല്ലാം നന്നായി മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ ഗനാഷ് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി തിക്കായി വരും. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് ഇളക്കുന്നുണ്ട്. ഇത് അൺസോൾട്ടഡ് ബട്ടറാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഗനാഷിൻ്റെ ചൂട് കൊണ്ട് തന്നെ ഈ ബട്ടർ പെട്ടെന്ന് മെൽറ്റായി കിട്ടും. ബട്ടർ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗനാഷിൻ്റെ ഒരു പ്രത്യേക ഗ്ലേസിംഗ് ആണ്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷമാണ് നമ്മൾ കേക്കിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം ഞാനിത് 2 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ച കേക്കാണ്. ഇനി നമുക്കിതിന് മുകളിലൂടെ ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സെൻറ്ററിലായിട്ട് ഇത് പതുക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. അതെല്ലാ വശങ്ങളിലേക്കും അങ്ങനെ തനിയെ സ്പ്രെഡ് ചെയ്ത് പോയിക്കോളും. നമ്മളിവിടെ ആദ്യം ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിന് സെൻറ്ററിലായിട്ട് ഒരു റൗണ്ട് ബൗൾ വെച്ചിട്ട് അതിന് മുകളിലായിട്ടാണ് നമ്മൾ ഈ കേക്ക് ബോർഡ് വെച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന എക്സസ് ആയിട്ട് വരുന്ന ഈ ചോക്ലേറ്റ് ഗനാഷ് എല്ലാം ഈ പ്ലേറ്റിലേക്ക് വന്ന് വീണോളും. ഇനി സൈഡിലൊന്നും ഗനാഷ് എത്താത്ത ഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നോക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്ത് വന്നോളും. നമ്മൾ എല്ലാ വശങ്ങളും കവർ ചെയ്യുന്ന രീതിയിൽ ഗനാഷ് ഒഴിച്ചു കൊടുക്കണം. ഇനി ഞാനിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ഞാനൊരു 3 ചെറി ഇതിന് മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ സൈഡിലായിട്ട് 2 വേഫർ സ്റ്റിക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുക. അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി എൻ്റെ കയ്യിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് കുറച്ച് ബാക്കിയുണ്ട്. അത് ഞാൻ ഈ കേക്കിൻ്റെ സൈഡിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇത് നമ്മളൊന്ന് വെച്ച് കൊടുത്തിട്ട് പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അവിടെ നിന്നോളും. ഇനി
ഇനി കട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊരു അരമണിക്കൂറോളം ഫ്രിഡ്ജിലൊന്ന് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെക്കറേഷനൊക്കെ ഒന്ന് സെറ്റായി കിട്ടും. ഇപ്പോൾ ഇത് നമ്മളെ കേക്ക് ഡെക്കറേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കാണുന്ന പോലെ തന്നെയാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാനും. ചോക്ലേറ്റ് കേക്ക് നമുക്ക് പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ, നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മളൊന്ന് കട്ട് ചെയ്യാൻ പോവാണ്. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, അത് നമുക്ക് കട്ട് ചെയ്യുമ്പോഴേ അറിയാൻ കഴിയും. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ അയയ്ക്കുക. താങ്ക് യു.